ഹലോ എവ്രി വൺ. ഇന്ത്യയിലെ ഫേമസ് ബിസിനസ് ടൈക്കൂൺ, അടുത്ത കാലത്ത് ലോകത്തിലെ തന്നെ സെക്കൻഡ് റിച്ചസ്റ്റ് പേഴ്സൺ ഒക്കെ ആയിരുന്ന ഗൗതം അദാനിക്ക് അദ്ദേഹത്തിൻ്റെയും കമ്പനികളുടെയും വളർച്ചയ്ക്ക് മുകളിൽ ഓർക്കാപ്പുറത്ത് വന്നു വീണ ഒരു ഇടിത്തിയായിരുന്നു ഹിൻഡൻബർഗ് റിപ്പോർട്ട്. ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ട് അദാനിയുടെയും അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പ് ഓഫ് കമ്പനികളുടെയും ഓഹരികളിൽ വൻ രക്തച്ചൊരിച്ചിലാണ് ഉണ്ടാക്കിയത്. നിങ്ങളെല്ലാവരും ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും, അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഇതിനുശേഷം അവരുടെ ഫുള്ളി സബ്സ്ക്രൈബ്ഡ് ആയ FPO ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അദാനി ഗ്രൂപ്പ് കമ്പനികളുടെ ബോണ്ടുകളുടെ വില തകർന്നടിഞ്ഞു. പിന്നെ ക്രെഡിറ്റ് സ്യൂസ്, സിറ്റി ഗ്രൂപ്പ് തുടങ്ങിയ വൻകിട ബാങ്കുകൾ അദാനി കമ്പനികളുടെ ബോണ്ടുകൾ ലോണുകളുടെ കൊളാട്രലായിട്ട് സ്വീകരിക്കാതിരിക്കാൻ തുടങ്ങി. അങ്ങനെ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് അദാനി ഗ്രൂപ്പിന്റെ കഷ്ടകാലം തുടങ്ങി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവസാന വീഡിയോയിൽ അദാനി ഗ്രൂപ്പിന് അതിന്റെ ചില കടങ്ങൾ തീർക്കുവാൻ വേണ്ടിയിട്ട് ബാങ്കുകളിൽ നിന്നും മാർജിൻ കോൾസ് അല്ലെങ്കിൽ വാർണിംഗ് കോൾസ് ലഭിച്ച വിവരം നമ്മൾ നിങ്ങളോട് അറിയിച്ചിരുന്നു. ഇക്കാരണത്താൽ $1.1 ബില്യൺ ലോൺസ് അദ്ദേഹം മുൻകൂട്ടി അടക്കുകയും ചെയ്തു. ഇതിനു പുറമെ 2023 ഫെബ്രുവരി 9 ഫേമസ് ഇൻഡെക്സ് പ്രൊവൈഡർ ആയ മോർഗൻ സ്റ്റാൻലി ക്യാപിറ്റൽ ഇന്റർനാഷണൽ, അതായത് MSCI, അദാനി ഷെയർസിന്റെ വെയിറ്റേജ് കുറക്കുമെന്നും പറഞ്ഞിരുന്നു. ഈ 4 കമ്പനികൾ അദ്ദേഹത്തിന്റെ ഫ്ലാഗ്ഷിപ്പ് കമ്പനികളായ അദാനി എന്റർപ്രൈസസ്, അദാനി ടോട്ടൽ ഗ്യാസ്, അദാനി ട്രാൻസ്മിഷൻ ആൻഡ് ACC ലിമിറ്റഡ് എന്നിവയാണ്. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾക്കിടയിൽ അദാനി ഗ്രൂപ്പ് ഒന്നോ രണ്ടോ നിമിഷത്തേക്ക് ഒന്ന് സമാധാനപരമായിട്ടൊന്ന് ശ്വാസം എടുത്തു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതാ 2-3 ദിവസത്തിനുള്ളിൽ അദാനി എപ്പിസോഡിൽ പുതിയ ഒരു കളിക്കാരൻ വന്നിരിക്കുകയാണ്. ട്രബിൾ കണ്ടിന്യൂസ് ടു ചേസ് ദ അദാനി ഗ്രൂപ്പ്. നിങ്ങൾ ഇതിപ്പോൾ ഓൾറെഡി ഊഹിച്ചു കാണും ചിലരെങ്കിലും. ഗൗതം അദാനിയുടെ ചേട്ടൻ വിനോദ് അദാനിക്കെതിരെ ആരോപണം ഉന്നയിച്ച് അടുത്തിടെ പബ്ലിഷ് ചെയ്ത ഫോർബ്സ് റിപ്പോർട്ട്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാം. നിങ്ങൾ അദാനി ഹിൻഡൻബർഗ് സാഗയെ പിന്തുടരുന്നവരാണെങ്കിൽ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് വായിക്കുകയും കേൾക്കുകയും വീഡിയോ കാണുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ പേര് കേൾക്കാതിരിക്കാൻ വഴിയില്ല. അദ്ദേഹത്തിൻ്റെ സഹോദരൻ വിനോദ് അദാനിയുടെ പേര് ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ ഗൗതം അദാനിയുടെ പേരിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ പരാമർശിക്കപ്പെട്ടിരിക്കുന്നു. ഹിൻഡൻബർഗ് റിപ്പോർട്ട് അനുസരിച്ച് അദാനി ഗ്രൂപ്പ് കമ്പനികളുടെ നിരവധി ഇടപാടുകൾ ടാക്സ് ഹെവൻ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഓഫ് ഷോർ ഷെൽ കമ്പനീസിൽ ഇൻവോൾവ് ആയതായിട്ട് പറഞ്ഞിരുന്നു. ഈ ഷെൽ കമ്പനികൾ ഏതെങ്കിലും തരത്തിലൊക്കെ അദാനി ഗ്രൂപ്പുമായോ അദാനി ഫാമിലിയുമായോ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ ഓഫ് ഷോർ കമ്പനികളുടെ ശൃംഖല കൈകാര്യം ചെയ്യുന്നത് ഗൗതം അദാനിയുടെ മൂത്ത സഹോദരൻ വിനോദ് അദാനിയാണെന്നാണ് ഹിൻഡൻബർഗ് ആരോപിക്കുന്നത്. വിനോദ് അദാനിയെ നിയന്ത്രിക്കുന്ന ഒരു സ്വകാര്യ സിംഗപ്പൂർ എൻറ്റിറ്റി ഒരു റഷ്യൻ ബാങ്കിൽ നിന്നും അദാനി പ്രൊമോട്ടേഴ്സിന്റെ ഓഹരികൾ പ്ലെഡ്ജ് ചെയ്തുകൊണ്ട് $240 മില്യൺ വായ്പ എടുത്തതായിട്ട് ഫോർബ്സ് അതിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അദാനി ഗ്രൂപ്പ് ആണെങ്കിൽ ഇതിനെക്കുറിച്ച് യാതൊന്നും വെളിപ്പെടുത്തിയിട്ടുമില്ല ഇതുവരെയായിട്ടും. ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച ഉടനെ ഹിൻഡൻബർഗ് ഈ റിപ്പോർട്ടിനെ കുറിച്ചും ട്വീറ്റ് ചെയ്തിരുന്നു. ഇതുകൂടാതെ ഫോർബ്സ് റിപ്പോർട്ടിൽ പറഞ്ഞ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിനോദ് അദാനി ഇൻഡയറക്റ്റ് ആയിട്ട് നിയന്ത്രിക്കുന്ന സിംഗപ്പൂർ ബേസ്ഡ് ആയിട്ടുള്ള പിന്നക്കിൾ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഒരു റഷ്യൻ ബാങ്കുമായി ലോൺ എഗ്രിമെന്റിൽ ഏർപ്പെട്ടു എന്നാണ്. പിന്നക്കിൾ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് 2021 ഏപ്രിൽ വരെ മൊത്തം $263 മില്യൺ ബാങ്കിൽ നിന്ന് കടമെടുത്തു. അതേസമയം പേരില്ലാത്ത ഒരു പാർട്ടിക്ക് $258 മില്യൺ വായ്പ നൽകിയിട്ടുമുണ്ട്. ഈ വായ്പയ്ക്കായി അവർക്ക് 2 ഗ്യാരണ്ടീസ് ഉണ്ട്: ആഫ്രോ ഏഷ്യ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് ആൻഡ് വേൾഡ് വൈഡ് എമേർജിംഗ് മാർക്കറ്റ് ഹോൾഡിംഗ്സ് ലിമിറ്റഡ്. ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിനോദ് അദാനിക്ക് ഇതൊന്നും കൂടാതെ മറ്റൊരു ഫണ്ട് കൂടിയുണ്ട്: വേൾഡ് വൈഡ് എമേർജിംഗ് മാർക്കറ്റ് ഹോൾഡിംഗ്സ്. ഫെബ്രുവരി 16 മാർക്കറ്റ് ക്ലോസിംഗ് പ്രൈസ് അനുസരിച്ച് 2 എൻറ്റിറ്റിക്കും അദാനി ഗ്രൂപ്പ് കമ്പനികളിൽ $4 ബില്യൺ മൂല്യമുള്ള ഓഹരികൾ കൈവശമുണ്ടായിരുന്നു. വിനോദ് അദാനിയും അദാനി കമ്പനികളും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുന്നതിന് ഫോർബ്സ് മറ്റൊരു കാര്യം കൂടെ പരാമർശിക്കുകയുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം വിനോദ് അദാനിയുടെ കമ്പനിയായ എൻഡവർ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് ഹോൾസിമിന്റെ കയ്യിൽ നിന്നും അംബുജ സിമൻസ് ലിമിറ്റഡ് ആൻഡ് ACC ലിമിറ്റഡിന്റെ സ്റ്റേക്ക് വാങ്ങുന്നതിനായി അദാനി ഗ്രൂപ്പിന്റെ ഇൻവെസ്റ്റ്മെന്റ് വെഹിക്കിൾ ആയിട്ട് ആക്ട് ചെയ്തിരുന്നുവെന്ന് ഇത് അംബുജ സിമൻസിന്റെ പബ്ലിക് ഫയലിംഗിൽ പരാമർശിക്കുന്നുണ്ട്. കുറച്ചുകൂടി പിന്നോട്ട് പോകുമ്പോൾ പനാമ ആൻഡ് പാൻഡോറ പേപ്പറുകളിൽ ബഹാമാസിലും ബ്രിട്ടീഷ് വിർജിൻ ഐലൻഡ്സിലും വിനോദ് അദാനി ഓഫ് ഷോർ കമ്പനീസ് ഓപ്പറേറ്റ് ചെയ്യുന്നതായിട്ടുള്ള പരാമർശവും വന്നിരുന്നു. ഇതിനൊക്കെ പുറമെ ഈ ഓഫ് ഷോർ കമ്പനികളുടെ സഹായത്തോടെ വിനോദ് അദാനി സ്റ്റോക്ക് മാനിപ്പുലേഷൻ, അതായത് ഓഹരികളിൽ കൃത്രിമത്വം നടത്തിയതായിട്ടും പുറത്തു വന്നിരുന്നു. ഇത്തരം വിവിധ സംഭവങ്ങളിലൂടെ ഫോർബ്സ് റിപ്പോർട്ടിൽ വിനോദ് അദാനിയുടെ ചരിത്രവും അദാനി ഗ്രൂപ്പ് കമ്പനികളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധവും വിശദമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ അദാനി ഗ്രൂപ്പും വിനോദ് അദാനിയും തമ്മിലുള്ള വ്യക്തമായിട്ടുള്ള ബന്ധം വെളിച്ചത്ത് കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അർത്ഥം. കംപ്ലീറ്റ് റിപ്പോർട്ട് വായിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ റെഫറൻസിനായിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങൾ ആ റിപ്പോർട്ടിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്ത് വായിക്കാവുന്നതാണ്. നമ്മൾ പറയാറില്ലേ, ഒരു പ്രശ്നം വരുമ്പോൾ അതൊരു വണ്ടി പിടിച്ച് കൂട്ടത്തോടെയാണ് മിക്കവാറും വരിക എന്ന്. ഇവിടെ അദാനി ഗ്രൂപ്പിൻ്റെ അവസ്ഥ
അവസ്ഥയും മറ്റൊന്നുമല്ല, ഇതുപോലെ തന്നെയാണ്. ഈ അടുത്ത് ESG, അതായത് എൻവയോൺമെന്റൽ സോഷ്യൽ ആൻഡ് ഗവേണൻസ് സ്റ്റാൻഡേർഡ്സ് പിന്തുടർന്നു വരുന്ന കമ്പനികളിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് എല്ലാവരും. ESG പാരാമീറ്ററുകൾ കൊണ്ടുവരുന്ന അദാനി ഗ്രൂപ്പിന്റെ ഒരു കമ്പനി എന്ന് പറയുന്നത് സ്വന്തമായിട്ട് റിന്യൂവബിൾ എനർജി ബിസിനസ് ഉള്ള അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് തന്നെയാണ്. ലോകമെമ്പാടുമുള്ള നിരവധി ഫണ്ടുകൾ ESG പാരാമീറ്ററുകൾ അടിസ്ഥാനമാക്കി കമ്പനികളിൽ നിക്ഷേപം നടത്തുന്നുമുണ്ട്. ഈ ഫണ്ടുകൾക്ക് ഒരു ESG മാൻഡേറ്റ് ലഭിക്കുന്നതിലൂടെ അവർ ലോകമെമ്പാടുമുള്ള ഗ്രീൻ എനർജി എക്സ്പാൻഷന് വേണ്ടുന്ന ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിൽ പല ആഗോള ഫണ്ടുകളും തങ്ങളുടെ ESG മാൻഡേറ്റ്സ് നിറവേറ്റുന്നതിനായി, ഇതൊരു ബാധ്യതയാണ്, ഇതെന്തായാലും ചെയ്തേ പറ്റൂ, ഇങ്ങനെ അദാനി ഗ്രീനിന്റെ റിന്യൂവബിൾ എനർജി പ്രൊജക്ട്സിൽ ഫണ്ട് ഇറക്കുന്നുണ്ട് ഇവർ. ഈ ഫണ്ടുകൾ ഇക്വിറ്റി അല്ലെങ്കിൽ ഡെറ്റിന്റെ രൂപത്തിൽ ആവാം. വില കുറഞ്ഞ ഫണ്ടുകൾ നേടുന്നതിനും അവരുടെ വലിയ കാപ്പക്സ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യക്ഷമമായിട്ട് ഫിനാൻസിംഗ് നേടുന്നതിനും അദാനി ഗ്രീൻ പോലുള്ള ബിസിനസ്സുകൾ ഇത് പ്രയോജനപ്പെടുത്തും. ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തു വന്നത് മുതൽ അദാനി ഗ്രൂപ്പിന്റെ ലോണുകളെ പറ്റിയും അവർ പ്ലെഡ്ജ് ചെയ്ത ഷെയറുകളെ കുറിച്ചും ധാരാളം സ്ക്രൂട്ടിനി ഇപ്പോൾ നടക്കുന്നുണ്ട്. അദാനി ഗ്രൂപ്പ് കോൺഗ്ലോമറേറ്റിന്റെ എല്ലാ ഫിനാൻഷ്യൽ അറേഞ്ച്മെന്റ്സും അവലോകനം ചെയ്തപ്പോൾ ESG മാർക്കറ്റും പരിഭ്രാന്തരായിരിക്കുകയാണ്. എന്താ സംഭവം എന്നല്ലേ നമുക്ക് വിശദമായിട്ട് പറയാം. നോക്കൂ, അദാനി ഗ്രീൻ റിന്യൂവബിൾ എനർജി ബിസിനസ്സിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ESG കേന്ദ്രീകരിച്ചുള്ള ഫണ്ടുകൾ ഇതിൽ നിക്ഷേപിക്കപ്പെടുന്നുണ്ട്. അദാനി ഗ്രൂപ്പിന്റെ ഫ്ലാഗ്ഷിപ്പ് കമ്പനിയായ അദാനി എന്റർപ്രൈസസ് ഇപ്പോഴും പ്രധാനമായും കോൾ, അയൺ ഓർ എന്നിവയുടെ ഖനനത്തെയും വ്യാപാരത്തെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇത് ഗ്രീൻ എനർജിയുമായി ബന്ധപ്പെട്ടതല്ല. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇതിപ്പോൾ എന്താണ്, രണ്ടും വ്യത്യസ്തമായ കമ്പനികളാണ്, ഇരുവർക്കും അവരുടേതായ പ്രത്യേക ബിസിനസ്സുകളുണ്ട്, അപ്പോൾ പിന്നെ എന്താണ് ഇവിടെ പ്രശ്നം എന്ന്. ഫെബ്രുവരി 10 ഒരു പബ്ലിക് ഫയലിംഗ് നടന്നപ്പോൾ ഒരു പ്രശ്നം പുറത്തു വന്നു. അദാനി ഗ്രീൻ ഷെയർസിനെ കൊളാട്രൽ ആയിട്ട് വെച്ചുകൊണ്ട് അദാനി എന്റർപ്രൈസ് ഫണ്ട് സ്വരൂപിച്ചുവെന്നും ആ ഫണ്ടുകൾ ഓസ്ട്രേലിയയിലെ അവരുടെ കോൾ മൈൻ പ്രൊജക്ട്സിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഈ വാർത്ത ESG വിപണിയിൽ പെട്ടെന്ന് തന്നെ പടർന്ന് പന്തലിച്ചു. അതിൻ്റെ ഫലമായിട്ട് നോർവേയിലെ ഏറ്റവും വലിയ പെൻഷൻ ഫണ്ടായ KLP അദാനി ഗ്രീനിലെ മുഴുവൻ സ്റ്റേക്കും ഒറ്റയടിക്ക് ഡംപ് ചെയ്തു. KLP ESG പ്രിൻസിപ്പിൾസ് വളരെ ഗൗരവമായിട്ട് കാണുന്നവരാണ്. നിങ്ങളുടെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നത് പോലെ 6 പ്രധാന ESG പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഓസ്ട്രേലിയയിൽ കൽക്കരി ഖനികൾ നിർമ്മിക്കാൻ അദാനി ഗ്രീൻ ഷെയർസ് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞയുടനെ അവരുടെ ഫണ്ടുകൾ പൊല്യൂഷൻ പ്രവർത്തനങ്ങൾക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ഫിനാൻസ് ചെയ്യപ്പെട്ടു എന്ന് അവർക്ക് തോന്നി. അതിനാൽ KLP അദാനി ഗ്രീനിലെ മുഴുവൻ ഹോൾഡിങ്ങും ഒറ്റ സ്റ്റോക്കിൽ പിൻവലിച്ചു. ഇതിനു പുറമെ മറ്റു നിരവധി ഓർഗനൈസേഷൻസും അദാനി ഗ്രീനിന്റെ ESG സ്കോറിനെ ഡൗൺഗ്രേഡ് ചെയ്തു. സസ്റ്റൈനലിറ്റിക്സ് നിരവധി അദാനി കമ്പനികളുടെ ESG സ്കോറിനെ ഡൗൺഗ്രേഡ് ചെയ്തു. അദാനി എന്റർപ്രൈസസ് ഡൗ ജോൺസ് സസ്റ്റൈനബിലിറ്റി ഇൻഡെക്സിൽ നിന്ന് പുറത്താക്കുകയാണ് എന്ന് S&P ഗ്ലോബലും പറഞ്ഞു. ഓക്കെ, ഇതുവരെ നമ്മളിപ്പോൾ ഫിനാൻഷ്യൽ ആൻഡ് കോർപ്പറേറ്റ് പ്രശ്നങ്ങളിലൂടെയാണ് കടന്നുപോയത്. അദാനി പ്രശ്നത്തിന് ഇപ്പോൾ മറ്റൊരു വശം കൂടി വന്നിരിക്കുകയാണ്. ഒരു രാഷ്ട്രീയ വശം കൂടിയുണ്ട് ഈ പ്രശ്നങ്ങൾക്ക്. അത് എരിതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെയാണ് എന്നുകൂടെ പറയാം. ഈ എപ്പിസോഡിൽ നമ്മളൊരു വ്യക്തിയെ പരിചയപ്പെടാൻ പോവുകയാണ്, ജോർജ് സൊറോസ്. വീഡിയോ ക്ലിപ്പ് നമുക്ക് കാണാം. And business tycoon Adani are close allies. Their fate is intertwined. Adani Enterprises tried to raise funds in the stock market but failed. Adani is accused of stock manipulation and the stock collapsed like a house of cards. Modi is silent on the subject, but he will have to answer questions from foreign investors and in parliament. അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനയ്ക്ക് ശേഷം എല്ലാവരും അദ്ദേഹത്തെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. 92-കാരനായ ശതകോടീശ്വരനാണ് ജോർജ് സോറോസ്, എ ബില്യനെയർ. 1956 ന്യൂയോർക്കിലേക്ക് മാറി അവിടെ അദ്ദേഹം ഒരു ഹെഡ്ജ് ഫണ്ട് ആരംഭിച്ചു. ബ്രിട്ടീഷ് പൗണ്ടിനെതിരായിട്ടുള്ള ഷോർട്ട് പൊസിഷൻസ് ആണ് സൊറോസിന്റെ ഉയർച്ചയ്ക്ക് അടിത്തറയായത്. അദ്ദേഹത്തിന്റെ ഒരു റിസ്കി ബെറ്റ് കൊണ്ട് ഒരു ദിവസം $1 ബില്യൺ അദ്ദേഹത്തിന് ലഭിച്ചത്. അതിനുശേഷം ആളുകൾ അദ്ദേഹത്തെ വിളിച്ചത് ദ മാൻ ഹൂ ബ്രോക്ക് ദ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് എന്നാണ്. $8.5 ബില്യൺ നെറ്റ് വർത്ത് ഉള്ള സോറോസ് എല്ലായ്പ്പോഴും തൻ്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനിലൂടെ പൊളിറ്റിക്കൽ ആക്ടിവിസത്തിലും മുന്നിലാണ്. ഈ ക്ലിപ്പിൽ നിങ്ങൾ കണ്ടത് മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസിൽ അദ്ദേഹം നടത്തിയ പ്രസംഗമാണ്. അതിൽ സോറോസ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും പ്രതിസന്ധി നേരിടുന്ന അദാനിയും തമ്മിലുള്ള ബന്ധത്തെ വിമർശിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇതുമാത്രമല്ല, അദാനിക്കെതിരായ ആരോപണങ്ങൾ ഇന്ത്യയിൽ ഒരു ഡെമോക്രാറ്റിക് റിവൈവലിന് വഴിവെക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. സിഡ്നിയിലിരിക്കുന്ന വിദേശകാര്യ മന്ത്രി ശ്രീ S ജയശങ്കർ സോറോസ് വേഴ്സസ് ഇന്ത്യയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്ക് തൻ്റെതായ യുണീക്ക് രീതിയിൽ ഉത്തരം നൽകുകയും ചെയ്തു. Old, rich, opinionated person sitting in New York who still thinks that his views should determine how the entire world works. He is old, rich, opinionated and dangerous. Now, in this particular case, it is very clear that he has very strong political preferences. People like him think
an election is good if the person we want to see wins. If the election throws up a different outcome, then we actually will say it's a flawed democracy. സൊറോസിനെ ഓൾഡ് റിച്ച് ഒപ്പീനിയേറ്റഡ് ആൻഡ് ഡേഞ്ചറസ് എന്ന് വിളിച്ച് ജയശങ്കർ അദ്ദേഹത്തെ വ്യക്തമായിട്ട് ടാർഗറ്റ് ചെയ്തു. ഇന്ത്യയിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വിദേശ ഇടപെടൽ നമ്മുടെ വൈബ്രന്റ് ആൻഡ് ഫംഗ്ഷനിങ് ഡെമോക്രസിയെ ദുർബലപ്പെടുത്തുന്നതായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജോർജ് സൊറോസിനെ കുറിച്ച് രണ്ട് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. സൊറോസിന് രസകരമായിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട്. വീക്ക് പൗണ്ട് ഷോർട്ട് ചെയ്ത പോലെ ഏഷ്യൻ സാമ്പത്തിക പ്രതിസന്ധി ഘട്ടത്തിൽ അദ്ദേഹം മലേഷ്യൻ റിങ്കിറ്റ്, തായ് ബട്ട് തുടങ്ങിയ ഏഷ്യൻ കറൻസികൾ ഷോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മലേഷ്യയിലെ മുൻ പ്രധാനമന്ത്രി പറയുകയുണ്ടായി, സൊറോസിന്റെ സ്പെക്കുലേഷൻസ് കാരണം മലേഷ്യൻ സമ്പദ് വ്യവസ്ഥ തകർന്നു എന്ന്. ഇത് സാധാരണക്കാരെ നന്നായിട്ട് ബാധിക്കുകയും ചെയ്തു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരുപക്ഷെ അതുകൊണ്ടാണ് സൊറോസിനെ എക്കണോമിക് വാർ ക്രിമിനൽ എന്ന് വിളിക്കുന്നത്. മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ സാമ്പത്തിക രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാധീനത്തിന്റെ സഹായത്തോടെ ഇന്തോനേഷ്യയിലും മിഡിൽ ഈസ്റ്റിലും ഭരണ മാറ്റമുണ്ടായതായിട്ടും ആരോപണങ്ങളുണ്ട്. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, അദാനി ഈസ് ഡൗൺ. പക്ഷേ അദ്ദേഹം ശരിക്കും ഔട്ടായോ? ഒരുപക്ഷെ അല്ല. കാരണം അദാനി ഗ്രൂപ്പ് അതിൻ്റെ തിരിച്ചുവരവിന് തയ്യാറെടുക്കുകയാണ്. അദാനി മാപ്സ് കംബാക്ക് സ്ട്രാറ്റജി. ഗൗതം അദാനി ടോപ്പ് ഷെൽഫ് US ബേസ്ഡ് ക്രൈസിസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലീഗൽ ടീംസിനെ നിയമിച്ച് ഓൾറെഡി പ്ലാൻഡ് ആയിരുന്ന $850 മില്യൺ കൽക്കരി പ്ലാന്റ് പർച്ചേസ് മാറ്റിവെച്ചും ചിലവുകൾ കർക്കശമാക്കി കുറച്ച് കടം തിരിച്ചടച്ചുകൊണ്ടും മറ്റു കുറച്ച് കടം തിരിച്ചടക്കുമെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ടുമൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോർപ്പറേറ്റുകളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കമ്പനികൾക്ക് പെർസെപ്ഷൻ, അതായത് അവരെക്കുറിച്ചുള്ള ആളുകളുടെ ധാരണ വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അദാനിയുടെ സ്ഥാനം തിരിച്ചു പിടിക്കുന്നതിനും നിക്ഷേപകരുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കുന്നതിനും ചെയ്യണമെങ്കിൽ പെർസെപ്ഷൻ മാനേജ്മെന്റിന് അതിൽ ഒരു വലിയ പങ്ക് വഹിക്കാൻ കഴിയും. അതുകൊണ്ടാണ് അദാനി ഗ്രൂപ്പ് പബ്ലിക് റിലേഷൻസ് സ്ഥാപനമായ കെക്സ്റ്റ് CNCയെ നിയമിച്ചത്. ഇവർ അദാനി ഗ്രൂപ്പിന് ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ അഡ്വൈസർ ആയിട്ട് പ്രവർത്തിക്കും. കെക്സ് CNCക്ക് വി വർക്ക് പോലുള്ള നിരവധി ഹൈ പ്രൊഫൈൽ ക്ലയൻസ് ഉണ്ട്. ഇതിന് മുൻപുള്ള വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, അദാനി ഗ്രൂപ്പ് അമേരിക്കൻ ലോ ഫേം ആയിട്ടുള്ള വാഷ്ടെൽ, ലിറ്റൺ, റോസൻ ആൻഡ് കാറ്റ്സ്, WLRK എന്നിവരെ ഹിൻഡൻബർഗിന്റെ അവകാശവാദങ്ങളോട് പോരാടാൻ വേണ്ടിയിട്ട് നിയമിച്ചിരുന്നു. US-ലെ ഏറ്റവും എക്സ്പെൻസീവ് ലോ ഫേം ആയിട്ടുള്ള വാഷ്ടെൽ മുൻകാലങ്ങളിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ആക്ടിവിസ്റ്റുകളിൽ നിന്നും ക്ലയന്റുകളെ ഇതിനു മുൻപും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഫൺ ഫാക്ട് കൂടി പറയാം, ട്വിറ്ററും വാഷ്ടെലിനെ ഹയർ ചെയ്തിരുന്നു എലൺ മസ്കിനെതിരെ ട്വിറ്റർ അക്വിസിഷൻ ഫിനിഷ് ചെയ്യാനായിട്ട് സ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അദാനി ഗ്രൂപ്പിന്റെ ഫിനാൻഷ്യൽ മൂവ്സിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, അദാനിയുടെ ടോപ്പ് മാനേജ്മെന്റ് അതിന്റെ ബോണ്ട് ഹോൾഡേഴ്സിനോട് അവരുടെ നെറ്റ് ഡെറ്റ് ടു EBITDA നിലവിലെ 3.2 എന്നതിൽ നിന്ന് അടുത്ത വർഷത്തിനുള്ളിൽ 3-ൽ താഴെ എത്തുമെന്ന് അടുത്തിടെ നടത്തിയ ഒരു കോൺഫറൻസ് കോൾ വഴി പറയുകയുണ്ടായി. അതുകൊണ്ടാണ് വായ്പ തിരിച്ചടയ്ക്കുന്നതിലും അദാനി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഉദാഹരണത്തിന്, അദാനി പോർട്സ് ആൻഡ് ലോജിസ്റ്റിക്സ് ഡിവിഷൻ ഈ സാമ്പത്തിക വർഷത്തിൽ ഏകദേശം $50 ബില്യൺ കടം തിരിച്ചടയ്ക്കുമെന്ന് ഫെബ്രുവരി 8-ന് പ്രഖ്യാപിച്ചു. ഇതുകൂടാതെ സമീപകാല ഏർണിംഗ്സ് ഫയലിംഗ്സിൽ അദാനി ഓൺഡ് ആയിട്ടുള്ള അംബുജ സിമൻസും അദാനി ഗ്രീൻ എനർജിയും ഇൻഡിപെൻഡന്റ് ഫേംസിനെ അവരുടെ റെഗുലേറ്ററി കംപ്ലയൻസ് ആൻഡ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഹയർ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് എന്നും അനൗൺസ് ചെയ്തിരുന്നു. ഇത്രയൊക്കെ സ്റ്റെപ്പുകൾ മതിയാവുമോ അദാനി ഗ്രൂപ്പിന് തിരിച്ചു വരാൻ? നിക്ഷേപകരുടെ ആത്മവിശ്വാസം തിരിച്ചെടുക്കാൻ അദാനിക്ക് കൂടുതൽ നടപടികൾ കൈക്കൊള്ളേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. ഇതിന് കൂടുതൽ സമയവും എടുത്തേക്കാം. ഇപ്പോൾ അദാനി ഗ്രൂപ്പ് കമ്പനികൾക്ക് അവരുടെ ഗ്രോത്ത് ആക്സിലറേറ്ററിൽ നിന്നും പിന്മാറി അവരുടെ അടുത്ത ഘട്ട വിപുലീകരണം സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത് എന്നാണ് കരുതപ്പെടുന്നത്. ഫിനാൻഷ്യൽ കോർപ്പറേറ്റ് സ്കാമിൽ ആരംഭിച്ച പ്രശ്നം ഇപ്പോൾ പൊളിറ്റിക്കലായിട്ട് കൂടി മാറിയിരിക്കുകയാണ്. ബൈ ദ വേ, സോറോസ് ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു, അദാനി വിവാദത്തെ തുടർന്ന് ഇന്ത്യയിലെ വിദേശ നിക്ഷേപകരുടെ ആത്മവിശ്വാസമാണ് ഇളക്കം തട്ടിയിരിക്കുന്നത് എന്ന്. കാലം തെളിയിക്കേണ്ടി വരും എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന്. നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം. ഗൗതം അദാനി ഗ്രൂപ്പിന് ഒരു തിരിച്ചുവരവ് നടത്താൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? കമന്റ് ചെയ്യൂ. അപ്പോൾ പ്രത്യേകം ഓർമ്മിപ്പിക്കാനുള്ളത്, ഈ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. നമ്മൾ യാതൊരു വിധത്തിലുള്ള ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ നൽകുന്നില്ല. ഓൾസോ നമ്മൾ യൂട്യൂബിൽ കൂടാതെ ഗ്രോ മലയാളം എന്ന പേരിൽ ഇൻസ്റ്റാഗ്രാം ആൻഡ് ഫേസ്ബുക്ക് പേജുകൾ കൂടിയുണ്ട്. അവിടെയും ധാരാളം ഇൻഫോർമേറ്റീവ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് കോണ്ടന്റ്സ് പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ കൂടെ നിങ്ങൾ ഞങ്ങളെ ഫോളോ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.